അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു അപ്പമാണ് തയ്യാറാക്കുന്നത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം. കുതിർത്തെടുത്തുള്ള പച്ചരി വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടോ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ നമ്മൾ അരിയൊക്കെ അരക്കാൻ എടുക്കുന്ന ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ, വറുത്തിട്ടൊന്നുമില്ല, സാധാരണ അരിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ചോറ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. വെള്ള കളറിലുള്ള ചോറാണെങ്കിൽ അപ്പത്തിന് നല്ലൊരു വെള്ള കളർ കിട്ടും. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം നമുക്കിത് കലക്കിയെടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ അരച്ചെടുത്തപ്പോൾ ചേർത്തിട്ടുള്ള 1/2 കപ്പ് വെള്ളം തന്നെ ഇതിലേക്ക് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ആദ്യത്തെ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ പാനിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുത്താൽ മതി. പിന്നെ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി പാന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എത്ര വലിപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. പാന് നല്ല ചൂടായിരിക്കുമ്പോൾ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൽ ചെറുതായിട്ട് ഹോൾസൊക്കെ വന്നു തുടങ്ങിയാൽ നമുക്കിത് മൂടി തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂടായി വന്നാൽ നമുക്കിത് പാനിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവെല്ലാം വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ അപ്പം ചുട്ടെടുക്കാം. ഇനി ഈ പാനിൽ ഓയിൽ തടവേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തിന് മാത്രമേ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്താൽ മതി. പിന്നെ പാന് നല്ല ചൂടായിരിക്കുമ്പോൾ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ ഇതുപോലെ നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണ് കേട്ടോ. അത് നമുക്ക് കറിയില്ലാതെ വേണമെങ്കിലും കഴിക്കാം. കറിയില്ലാതെ കഴിക്കാനാണെങ്കിൽ നമ്മൾ മാവ് അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ലതാണ്. അപ്പം നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.